30 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ കാണാനാകാത്ത ചെറിയ ചെറിയ മാറ്റങ്ങൾ ശാന്തമായി സംഭവിക്കുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷെ അകത്ത് ഷുഗർ ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം, ഹോർമോണുകളിൽ വ്യത്യാസം ഉണ്ടാവാം, രക്തസമ്മർദ്ദം ഉണ്ടാവാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല കരുതി പരിശോധനകളൊക്കെ ഒഴിവാക്കിയാണ് മിക്ക ആളുകളും നടക്കുന്നത്. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് വലിയ രോഗങ്ങൾ കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് 30 കഴിഞ്ഞാൽ ഒരു മാൻഡേറ്ററി ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നടത്തണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു പാക്കേജ് എടുത്ത് ചെയ്യണമെന്നല്ല പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ നമ്മുടെ അസുഖത്തിന് തുടക്കത്തിൽ തന്നെ അറിയാനായിട്ട് പറ്റും. അസുഖം തുടക്കത്തിലേ കണ്ടെത്തിയാൽ, പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ ഒക്കെ ആദ്യമേ കണ്ടെത്തിയാൽ നമുക്ക് ഫുള്ളി റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ജീവിതത്തിൽ അതൊരു പ്രശ്നമായി മാറില്ല, അല്ലെങ്കിൽ അതൊരു പ്രാരാബ്ധമായി മാറാം. പല ഓർഗൻസിനെയും പതുക്കെ പതുക്കെ അത് ഇല്ലാതാക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാനും ചിലവേറിയ ചികിത്സകൾ ഭാവിയിൽ ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. വീഡിയോ സേവ് ചെയ്ത് വെക്കുക. വളരെ ലളിതവുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് 20 മുതൽ 30 വയസ്സുള്ള പ്രായമുള്ള ആളുകൾ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, CBC എന്ന് പറയും. ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും HbA1c 3 മാസത്തിലുള്ള ഷുഗറും ചെക്ക് ചെയ്യുക. ലിപ്പിഡ് പ്രൊഫൈൽ ഒരിക്കൽ ചെക്ക് ചെയ്ത് നോക്കണം. തൈറോയ്ഡ് ഒരെണ്ണം ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനോടൊപ്പം സാധാരണ ഒരു യൂറിൻ റൊട്ടീൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ല വണ്ണമുണ്ട്, നമ്മുടെ പാരമ്പര്യമായിട്ട് പല അസുഖങ്ങളുണ്ടെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റോടെ ചെയ്യുക. ഇത്രയും ടെസ്റ്റ് മാത്രം മതിയാവും. ഇനി അടുത്തത് 30 വയസ്സിന് 40 വയസ്സിനും ഇടയ്ക്കുള്ള ടെസ്റ്റുകളാണ്. ഇത് എല്ലാ വർഷവും ചെയ്യണം. കാരണം ഇപ്പോൾ അത്രമാത്രം അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 30 വയസ്സിന് 40 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾ എല്ലാ വർഷവും ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യണം. ആദ്യം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, HbA1c 3 മാസത്തെ ഷുഗർ, ലിപ്പിഡ് പ്രൊഫൈല്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, യൂറിൻ റൊട്ടീൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഇതൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ ഒരു ECG ഇലക്ട്രോ കാർഡിയോഗ്രാമും കൂടെ എടുത്തു നോക്കാം. നമ്മുടെ ഹാർട്ടിന്റെ പ്രശ്നമുണ്ടോ, അരിത്മിയ വല്ലതും ഉണ്ടോ, താളം തെറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. ഇത്രയും കാര്യമാണ് ബേസിക് ആണ് ചെയ്യേണ്ടത്. സ്ത്രീകളിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ട്. പാപ്സ്മിയർ ചെയ്യണം. എല്ലാ 3 വർഷം കൂടുമ്പോഴും മാരേജ് കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു ഇതാണ് പാപ്സ്മിയർ. ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യണം. അൾട്രാസൗണ്ട് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ സ്ത്രീകളിൽ അനീമിയ ഉണ്ടെങ്കിൽ ഒരു അയൺ പ്രൊഫൈൽ ചെയ്യണം. പുരുഷന്മാരിൽ വണ്ണം ഉണ്ടെങ്കിൽ യൂറിക് ആസിഡ് ചെയ്യുക. ഇനി അടുത്തത് 40 മുതൽ 50 വയസ്സുള്ള വ്യക്തികളാണ്. ഇതും എല്ലാ വർഷവും ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ഇവിടെയും റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചില അഡീഷണൽ ടെസ്റ്റ് ചെയ്യണം. ഒരു TMT ചെയ്ത് നോക്കാം, ട്രെഡ്മില്ലിൽ നടന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്കോ ചെയ്ത് നോക്കാം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ എക്കോ ചെയ്ത് നോക്കാം. വയറിന്റെ ഒരു അൾട്രാസൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ കണ്ണിന്റെ ഒരു ഡയബറ്റിക് സ്ക്രീനിങ് ചെയ്യുക. പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കുക. പിന്നെ സ്ത്രീകളിൽ 40 വയസ്സ് കഴിഞ്ഞു അപ്പോൾ മാമോഗ്രാം ചെയ്യണം. എല്ലാ 2 വർഷം കൂടുമ്പോഴെങ്കിലും മാമോഗ്രാം ചെയ്ത് നോക്കണം, എന്തെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ പാപ്സ്മിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ 3 വർഷം റിപ്പീറ്റ് ചെയ്യുക. പുരുഷന്മാരിൽ PSA പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്നുള്ളൊരു സാധനം ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അത് വളരെ ഹൈ ആണെങ്കിൽ ഡോക്ടേഴ്സ് വേറെ ടെസ്റ്റ് ഒക്കെ പറയും. 50 വയസ്സിന്റെ മുകളിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും വേണം. അതിനോടൊപ്പം കോളോൺ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൊളനോസ്കോപ്പി ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. ECGയും എക്കോവും മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. സ്ത്രീകളിൽ മാമോഗ്രാം കൃത്യമായി ചെയ്യാം. ഓസ്റ്റിയോപെറോസിസ് റിസ്ക് ഉണ്ടെങ്കിൽ ഒരു ബോൺ ഹെൽത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പുരുഷന്മാരിൽ നേരത്തെ പറഞ്ഞ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ചെയ്യാം. ഒരു കാർഡിയാക് ഇവാലുവേഷൻ വേണമെങ്കിൽ ചെയ്യാം. മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രമേഹമുണ്ട്, രക്തസമ്മർദ്ദമുണ്ട്, ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പൊണ്ണത്തടി ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ചെക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പുകവലിക്കുന്നുണ്ട്, മദ്യപിക്കുന്ന വ്യക്തികളാണ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, എപ്പോഴും ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് അഡീഷണൽ ടെസ്റ്റും കൂടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യും. ഇതാണ് സാധാരണ ഇത് ചെയ്യേണ്ടത്. ഇനി ഓരോ ടെസ്റ്റിൻ്റെയും വാല്യൂസ് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം സാധനങ്ങൾ നോക്കും. ഹീമോഗ്ലോബിൻ നോക്കും, ടോട്ടൽ കൗണ്ട് നോക്കും, പ്ലേറ്റ്ലെറ്റ് നോക്കും. ഇപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ 13 മുതൽ 17 ഗ്രാം പെർ ഡെസിലിറ്ററാണ് നോർമൽ പുരുഷന്മാർ. സ്ത്രീകളിൽ ഒരു 12 to 15 വേണമെന്ന് പറയുന്നത്. അതിൽ കുറവാണെങ്കിൽ അനീമിയ എന്ന് പറയും. ടോട്ടൽ കൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ WBC എന്ന് പറയും, വൈറ്റ് ബ്ലഡ് സെൽ, അതൊരു 4000 മുതൽ 11,000 വരെയാണ് നോർമൽ. അപ്പോൾ അത് കൂടി നിന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നും വളരെ കുറഞ്ഞു നിന്നാൽ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലൊക്കെ കുറഞ്ഞു വരാം. പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 1.5 to 4 lakhs ഇടയ്ക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നോക്കുക. ഇപ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അനീമിയ, ടോട്ടൽ കൗണ്ട് കൂടുകയാണെങ്കിൽ ഇൻഫെക്ഷൻ, പ്ലേറ്റ്ലെറ്റ് കുറയുവാണെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് 3 നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ബ്ലഡ് ഷുഗർ നമ്മൾ പറഞ്ഞു, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പറഞ്ഞു, HbA1c പറഞ്ഞു. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 താഴെ വേണം നിൽക്കാൻ. ഇപ്പോൾ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ഇപ്പോൾ നോക്കാറില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. HbA1c എപ്പോഴും 5.7 താഴെ ആയിരിക്കണം. 6.5 മുകളിലാണ് HbA1c എങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ്. 5.7 6.4 ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രീ ഡയബറ്റീസ് ആണ്. എത്രയും വേഗം ഡയറ്റിൽ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. ടോട്ടൽ കൊളസ്ട്രോൾ എപ്പോഴും 200 താഴെ വേണം നിൽക്കുക. LDL എന്നുള്ള കൊളസ്ട്രോൾ 100 താഴെയും HDL 40 മുകളിൽ
അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ 50 മോൾ. ട്രൈഗ്ലിസറൈഡ് ആണെങ്കിൽ 150 താഴെ നിർബന്ധമായിട്ട് നിർത്തിയാണ്. ഇപ്പോൾ ചോറൊക്കെ ഒത്തിരി ആളുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ഒക്കെ വളരെ കൂടി നിൽക്കാം. LDL ഹൈ ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് റിസ്ക് കൂടുതലാണ്. അതുപോലെ HDL കുറവാണെങ്കിലും പ്രൊട്ടക്ഷൻ നമുക്ക് കുറവാണെന്നാണ് അർത്ഥം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രൈഗ്ലിസറൈഡ് എങ്ങനെ കുറയ്ക്കാം, കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി LFT എന്ന് പറഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. SGPT അല്ലെങ്കിൽ ALT എന്ന് പറയും, 40 താഴെയാണ് വേണ്ടത്. SGOT അല്ലെങ്കിൽ AST എന്ന് പറയും, അത് 40 താഴെയാണ് വേണ്ടത്. ബിൽറൂബിൻ നമ്മുടെ മഞ്ഞപ്പിത്തത്തിന് നോക്കുന്നത് 1.2 താഴെയാണ് നിൽക്കേണ്ടത്. അപ്പം ഒരു 100 വരെയൊക്കെ SGOT SGPT ഒക്കെ അക്സെപ്റ്റബിൾ ആണ്. അതിന് മുകളിലോട്ട് നിൽക്കുവാണെങ്കിൽ ചെറിയ ലിവർ ഫെയിലർ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നുള്ളത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. നോർമൽ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ 0.6 to 1.2 mg/dL ആണ്. പിന്നെ അതുപോലെ GFR എന്നുള്ള സാധനമുണ്ട്. GFR നോക്കുന്നു, അത് നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് നോക്കുന്നതാണ്. അത് 60 താഴെയാണെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും, കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റും. പിന്നെ തൈറോയ്ഡ് വാല്യൂ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ TSH ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് ശരിക്കും ഒരു 0.4 to 4 അകത്ത് നിൽക്കണം. 5 മുകളിലുണ്ടെങ്കിൽ നമുക്കത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഇനി പല ആളുകളിലും കുറയുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. 30 to 50 നാനോഗ്രാം/ml ആണ് വേണ്ടത്. അതിന് താഴെ ആണെങ്കിൽ വൈറ്റമിൻ ഡി കുറവാണ്. വൈറ്റമിൻ B12 ആണെങ്കിൽ 200 to 900 pg/ml ആണ്. അത് 200 താഴെ ആണെങ്കിൽ നമുക്ക് ഞരമ്പുകളിലൊക്കെ തരിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ മൂത്രത്തിന്റെ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞൊരു ടെസ്റ്റാണ് യൂറിൻ ഇൻഫെക്ഷൻ നോക്കുന്നത്, അല്ലെങ്കിൽ യൂറിൻ റൊട്ടീൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ കാണാൻ പാടില്ല, ഗ്ലൂക്കോസ് കാണാൻ പാടില്ല, അതുപോലെ വേറെ കാസ്റ്റുകളൊന്നും കാണാൻ പാടില്ല, ഇൻഫെക്ഷൻ കാണാൻ പാടില്ല, ബ്ലഡ് കാണാൻ പാടില്ല. ഇതൊക്കെ വെച്ച് നമുക്ക് ഓരോരോ കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. പ്രോട്ടീൻ പോകുന്നുണ്ടെങ്കിൽ കിഡ്നി പ്രോബ്ലം ആണ്, ഷുഗർ ഉണ്ടെങ്കിൽ ഡയബറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ ഹൈ റിസ്ക് ഉള്ള ആളുകൾക്ക് യൂറിക് ആസിഡ് ചെക്ക് ചെയ്യാം. യൂറിക് ആസിഡ് ആണുങ്ങളിൽ 7.2 മുകളിൽ വരാൻ പാടില്ല, വുമണിലാണെങ്കിൽ 6 ആണ്. സാധാരണ ഞാൻ പറയുന്ന യൂറിക് ആസിഡിന് 8 ലിറ്റർ ആണ്. 8ന്റെ മുകളിൽ പോയ പ്രശ്നമാണ്, 8ന്റെ മണി കിട്ടും. അപ്പോൾ യൂറിക് ആസിഡ് അത് ഓർത്തിരിക്കും. പിന്നെ ECG നോക്കുക. ECGയിൽ ഒരു നോർമൽ ഹാർട്ട് റിതം ഉണ്ടായിരിക്കണം, അരിത്മിയാസ് ഒന്നും പാടില്ല. താളം തെറ്റുന്നത് ഉണ്ടെങ്കിൽ അതിന് ഡോക്ടർ മരുന്ന് തരും. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം കുറച്ച് ചിലവുള്ള ടെസ്റ്റുകളാണ് അല്ലേ, കുറച്ച് പണം മുടക്കണം, എന്നാലേ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. യൂറിൻ റൊട്ടീനാണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും ചീപ്പും ഒത്തിരി കാര്യം അറിയാൻ പറ്റുന്നത്. അപ്പോൾ പണം ചിലവാകാത്ത ഒരു ടെസ്റ്റുകളുണ്ട്. ബ്ലഡ് പ്രഷർ 140/90 മുകളിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് രക്തസമ്മർദ്ദമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 140/90 മുകളിലാണ് ബ്ലഡ് പ്രഷർ എങ്കിൽ ഉറപ്പായിട്ടും മരുന്നുകൾ കഴിക്കണം. പല വീഡിയോസും ചെയ്തിട്ടുണ്ട് രക്തസമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാമെന്നുള്ളത്. ഹൃദയം ഹാർട്ട് റേറ്റ് നോക്കണം. ഹാർട്ട് റേറ്റ് 60 to 100 ആണ് നോർമൽ. 100 മുകളിലാണെങ്കിൽ ടെക്കിക്കാർഡിയ, ഒരു 60 താഴെ ആണെങ്കിൽ ബ്രാഡിക്കാർഡിയ. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, എന്താണ് പ്രശ്നം നമ്മൾ കണ്ടെത്തണം. ഒരു ഓക്സിജൻ സാച്ചുറേഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 95 to 100 ആണ് നോർമൽ. 94 താഴെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിക്കാണെങ്കിൽ ഉറപ്പായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബോഡി മാസ് ഇൻഡെക്സ് ചെക്ക് ചെയ്ത് നോക്കാം. നോർമലി 18.5 to 24.9 ആണ് വരേണ്ടത്. 25 മുകളിലാണെങ്കിൽ ഓവർ വെയിറ്റും 30 മുകളിലാണെങ്കിൽ ഒബേസിറ്റി എന്നുള്ളൊരു പ്രശ്നമാണ്. ബോഡി മാസ് ഇൻഡെക്സ് കണ്ടെത്താനായിട്ട് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ചെയ്താൽ മതി. അതായത് ഹൈറ്റ് ഇൻ മീറ്റർ 2 പ്രാവശ്യം ഡിനോമിനേറ്ററിൽ എഴുതുക, വെയിറ്റ് മുകളിൽ എഴുതുക. അത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 25 മുകളിലാണെങ്കിൽ നമുക്ക് ഓവർ വെയിറ്റ് ആണ്, 30 മുകളിലാണെങ്കിൽ ഒബേസിറ്റിയാണ്. അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, വേസ്റ്റ് സർക്കംഫറൻസ്. വേസ്റ്റ് സർക്കംഫറൻസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ആണുങ്ങളിൽ 90 സെന്റിമീറ്റർ മുകളിൽ വരാൻ പാടില്ല, സ്ത്രീകളിൽ അത് 80 സെന്റിമീറ്റർ കൂടുതൽ വരാൻ പാടില്ല. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് വേസ്റ്റ് സർക്കംഫറൻസ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ ടെസ്റ്റുകളാണ് ആർക്കൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കംപ്ലീറ്റ് ബ്ലഡ് ഷുഗർ, BP, ലിപ്പിഡ്, ഇതെല്ലാം വളരെ കുറഞ്ഞ ചിലവിൽ എല്ലാ സ്ഥലങ്ങളിലും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ചില ടെസ്റ്റുകൾക്ക് കോസ്റ്റ്ലിയാണ്. അപ്പോൾ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, TMT, സ്കാനുകൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാക്കേജ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക. പ്രോബ്ലം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കുക, രോഗം വന്നതിന് ശേഷം പണം ചെലവാക്കുകയാണെങ്കിൽ അത് വലിയ പ്രയാസമാണ്, ഒത്തിരി പണം ചിലവാകും. അതുമാത്രമല്ല നമ്മുടെ ആരോഗ്യം നശിച്ചതിന് ശേഷം നന്നാക്കാൻ വലിയ പാടാണ്. ഓക്കെ, ചിലപ്പോൾ അത് റിവേഴ്സ് ആവുകയില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും, നോർമലായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്ത് വെക്കുക. ഒരാളുടെ ജീവിതം മാറ്റാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ D ബട്ടർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ healthy.